നമ്മുടെ ജിമെയിലിലേക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ജിമെയിൽ വരുന്ന മെസ്സേജ് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സൈറ്റിൽ നിന്ന് വരുന്ന മെയിൽ നമുക്ക് എങ്ങനെയാണത് ഇനി വരാതിരിക്കുന്നതിന് വേണ്ടി ചെയ്തു വെക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ മെയിൽ ഐ ഡിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിരവധി മെസ്സേജ് കാണും. ഈ മെസ്സേജുകളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സമയത്ത് ഓപ്പൺ ചെയ്ത വെബ്സൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നൊക്കെ മെയിൽ ഐ ഡി വരാറുണ്ട്. ഇങ്ങനെ നിരന്തരം മെയിൽ ഐ ഡി വരുമ്പോൾ നമുക്ക് അത്യാവശ്യമായൊരു മെയിൽ ഐ ഡി കണ്ടെത്താൻ പ്രയാസമായിരിക്കും. കാണാൻ സാധിക്കും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഓരോ വ്യക്തികൾ പോസ്റ്റ് ഇടുമ്പോഴോ നമ്മൾ പോസ്റ്റ് ഇടുമ്പോഴോ ലൈക്ക് ചെയ്യുമ്പോൾ മെയിൽ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മെയിൽ മെസ്സേജുകൾ നിറഞ്ഞിരിക്കും, അത്യാവശ്യമായൊരു മെസ്സേജ് നമുക്ക് കാണാതെ വരും. അപ്പോൾ ഇത്തരം മെസ്സേജുകൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മെയിലിൽ നിന്നൊരു മെസ്സേജ് സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് ഇത്തരത്തിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ താഴെ കാണുന്ന ഭാഗത്ത് അൺസബ്സ്ക്രൈബ് എന്ന് കാണാൻ സാധിക്കും. ഓരോ മെയിലിൻ്റെയും ഏറ്റവും അവസാനത്തിൽ അൺസബ്സ്ക്രൈബ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അൺസബ്സ്ക്രൈബ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ ചില വെബ്സൈറ്റുകൾ ഇതുപോലെ യു ഹാവ് അൺസബ്സ്ക്രൈബ്ഡ് ഫ്രം എന്ന് കാണാൻ സാധിക്കും. ഇനി ചില വെബ്സൈറ്റൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗിൻ ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം ആദ്യം. അതിന് ശേഷമാണ് നമുക്കിത് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ജിമെയിലിലേക്ക് വരുന്ന എല്ലാ മെയിലുകളും നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്കൊരു മെസ്സേജും വരില്ല. അൺസബ്സ്ക്രൈബ് ചെയ്തതോടുകൂടി നമ്മുടെ മെയിലിലേക്ക് വരുന്ന ആ സൈറ്റിൽ നിന്ന് വരുന്ന എല്ലാ മെസ്സേജും ബ്ലോക്കായി. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.